എന്നുള്ളതാണ്. ഗർഭമെന്ന മൂന്നക്ഷരത്തിൽ നിന്ന് ജീവനെന്ന മൂന്നക്ഷരം പിറക്കുന്നു. പിന്നെ ജീവിതമെന്ന മൂന്നക്ഷരത്തിലൂടെ നാം യാത്ര ചെയ്തിടുന്നു. സുഖദുഃഖ സമ്മിശ്രമാം യാത്രക്കിടയിൽ പണമെന്ന രണ്ടക്ഷരം വന്നു ചേരുന്നു. ആ പണത്തിൻ പിന്നാലെ പാഞ്ഞിടുമ്പോൾ ബന്ധസന്ധങ്ങളെ, മാതാപിതാക്കളെ, കൂടപ്പിറപ്പിനെ, കൂട്ടുകാരെയൊക്കെയും മറക്കുന്നു. ഞാനുമൻ കുടുംബവുമെന്നുള്ള സ്വാർത്ഥചിന്തയാൽ മതിമറന്നു മുന്നേറവേ പെടുന്നനവേ മരണമെന്ന മൂന്നക്ഷരം നിന്നെ പിടികൂടിടുന്നു. കൂടെയുള്ളോർ, കൂട്ടുകാർ, വീട്ടുകാർ, കൂടപ്പിറപ്പും കൂടെയുണ്ടെന്നു ചൊല്ലിയ കൂട്ടാളിയും കല്ലറ എന്ന മൂന്നക്ഷരത്തിനരികോളമെത്തി കരഞ്ഞുകൊണ്ടു മടങ്ങുന്നു. പിന്നെ ആ കല്ലറയ്ക്കുള്ളിൽ നിനക്കുകൂട്ട് ഇരുട്ടെന്ന മൂന്നക്ഷരം മാത്രം. പിന്നെ ആ കല്ലറയ്ക്കുള്ളിൽ നിനക്കുകൂട്ട് ഇരുട്ടെന്ന മൂന്നക്ഷരം മാത്രം. ഹേ മനുഷ്യ, വെളിച്ചമെന്ന മൂന്നക്ഷരം നിനക്കു വേണമോ? വെളിച്ചമെന്ന മൂന്നക്ഷരം നിനക്കു വേണമെങ്കിൽ ക്രിസ്തുവെന്ന മൂന്നക്ഷരത്തിൽ വിശ്വസിച്ച് രക്ഷയെന്ന രണ്ടക്ഷരം നേടി സ്നാനമെന്ന മൂന്നക്ഷരത്തിൽ മുങ്ങിക്കുളിച്ച് വചനമെന്ന മൂന്നക്ഷരം അനുസരിച്ചു നടന്നിടുമ്പോൾ നിനക്കു സ്വന്തം സ്വർഗമെന്ന മൂന്നക്ഷരം. ഇല്ലെങ്കിലോ നിനക്കു സ്വന്തം നരകമെന്ന മൂന്നക്ഷരം. ഹേ മനുഷ്യ, നിനക്കിരുട്ടെന്ന നരകം വേണമോ? ഹേ മനുഷ്യ, നിനക്ക് വെളിച്ചമെന്ന സ്വർഗം വേണമോ? ഹേ മനുഷ്യ, നിനക്ക് ഇരുട്ടെന്ന നരകം വേണമോ? ഹേ മനുഷ്യ, നിനക്ക് വെളിച്ചമെന്ന സ്വർഗം വേണമോ?